ബുദ്ധയുടെ ടാറ്റു ചെയ്തുകൂടാന്നാണ് പറയുന്നത്. ബാങ്കോക്കിൽ ബുദ്ധ ടെമ്പിളിൻ്റെ സൗന്ദര്യ സമാധാനം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ഇന്ന് പട്ടായനോടും ബാങ്കോക്കിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ ഫുക്കറ്റിലേക്ക് പോകട്ടോ. ഇവൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്കുമാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബാങ്കോക്കിലെ സമാധാനപരമായ ബുദ്ധ ടെമ്പിളും അതേപോലെ തന്നെ ഞങ്ങൾ പോയ പത്തോങ് ബീച്ചും ആണ് കാണിക്കാൻ പോകുന്നത്. കണ്ടിട്ട് പോയോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഇന്ന് ഞങ്ങളുടെ ഒഫീഷ്യൽ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ഡേ 4 അവരാദം ഓഫ് അവർ തായ്ലൻഡ് ട്രിപ്പ്. സോ ഞങ്ങളിവിടുന്ന് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിവിടുന്ന് ഇറങ്ങുക. ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് ഫുക്കറ്റിലേക്കും അതേപോലെ ഇവൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്കും പോവാണ്. അവന് ലീവ് ഇല്ലാത്തത് കാരണം അവന് ഞങ്ങളുടെ കൂടെ ഫുക്കറ്റിലേക്ക് വരാൻ പറ്റിയില്ല. അവൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് അവൻ്റെ തല ഈ കുപ്പിക്കകത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലാണ്. അവൻ ഭയങ്കരമായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ അവൻ്റെ തല കുപ്പിക്കകത്ത് വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ ഒഫീഷ്യൽ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഫൈനൽ ഡേ എന്ന് പറയാനുള്ള കാര്യം, ഇന്ന് ഞങ്ങളുടെ പാക്കേജ് ഇവിടെ തീരാട്ടോ. ഇന്നത്തെ ഐറ്റിനറി എന്ന് പറഞ്ഞാൽ ബുദ്ധ ടെമ്പിൾസും അവിടുന്ന് പിന്നെ എയർപോർട്ട് ഡ്രോപ്പും ആണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബാങ്കോക്കിലെ ഈ ടെമ്പിളായ മാർബിൾ ടെമ്പിളാണ്. ഇതിനെ മാർബിൾ ടെമ്പിൾ എന്നാട്ടോ പറയുന്നത്. തായ്ലൻഡ് ഭാഷയിൽ വാട്ട് ബെഞ്ചമോ ഹിറ്റ് എന്നും പറയും. ബൈ റെഫറൻസ് ഫ്രം ChatGPT ആൻഡ് ഗൂഗിൾ ഓഫ് കോഴ്സ്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് ആ ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു ഗേറ്റ് ക്രോസ് ചെയ്ത മൊമെൻ്റ് ഇല്ലേ, അപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സമാധാനമായിട്ട്. ഈ ബുദ്ധ ടെമ്പിൾസിൻ്റെ ഒക്കെ മെയിൻ പ്രത്യേകത തന്നെ അതാണല്ലോ. ഭയങ്കര കാമും ഭയങ്കര പീസ്ഫുള്ളും ആയിരിക്കും. പിന്നെ ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിൾസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കുമ്പം ദ ഹോൾ ബിൽഡിംഗ് ഈസ് ഷൈനിങ്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ കംപ്ലീറ്റ് ആ ഒരു വൈബ് ചേഞ്ച് ആവും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാമൊരു എനർജിയാണ്. പിന്നെ ആ സെൻറ്ററിലുള്ള ഈ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ടല്ലോ, ഭയങ്കര എലഗൻ്റ് ആയിട്ടൊരു സംഭവമാണ്. ആ ഒരു ലൈറ്റിങ്, ആ ഒരു പോസ്റ്റർ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമാണ് അവിടെ. ഞങ്ങൾ കുറേയധികം നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിനു വേണ്ടിയിട്ടല്ല, ആ ഒരു സൈലൻസിന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഓരോ ഡീറ്റെയിലിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള റൂഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് റെഡ് ആൻഡ് ഗോൾഡൻ റൂഫാണ്. അതേപോലെ തന്നെ ഓരോ കോർണേഴ്സിലും കിഡിലും എന്താ പറയുക, കാർവിങ്സും ഓരോ സ്റ്റാച്യൂസും ഒക്കെയാണ്. പിന്നെ നമ്മൾ ആ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പം അവിടെയുള്ള കൊറിഡോഴ്സ് ഉണ്ടല്ലോ, ആ കൊറിഡോഴ്സിലെല്ലാം നമുക്ക് യുണീക്ക് ബുദ്ധ സ്റ്റാച്യൂസിനെ കാണാനായിട്ട് പറ്റും. അതായത് പല റീജിയൻസിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള യുണീക്ക് ബുദ്ധ സ്റ്റാച്യൂസ് ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓരോന്നും ഓരോ സ്റ്റൈലാണ്, അതേപോലെ തന്നെ ഓരോ സ്റ്റോറീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. ചുമ്മാ അങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. ക്യാമറ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓരോ കോർണേഴ്സിലും ഓരോ കിടിലം സംഭവങ്ങളാണുള്ളത്. പിന്നെ ഓരോ എൻട്രൻസ്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോ എൻട്രൻസ്, ഓരോ ഡോറൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടെമ്പിളിൻ്റെ വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്, ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ അവിടെ തന്നെ നമുക്ക് ബാക്കിൽ കോർട്ട്യാർഡ് ഉണ്ട്. അവിടെയും ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാച്യൂസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് കുറച്ചധികം നേരം നമുക്ക് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, എവിടെ പോയാലും ഭയങ്കര സമാധാനമാണ്. ഭയങ്കര കാമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ആ ടെമ്പിളിന് ചുറ്റും. ആ ഒരു കോട്ടയാടായാലും ആ ടെമ്പിളിൻ്റെ ഉള്ളിലായാലും എങ്ങനെയായാലും അവിടെ ഫുള്ള് കാമ. പിന്നെ വാട്ടർ ഫ്രണ്ടേജ് ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേയധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. യെസ് ബോസ്. ബുദ്ധയുടെ ടാറ്റു ചെയ്തുകൂടാന്നാണ് പറയുന്നത്. അവർ പറയുന്ന ഫസ്റ്റ് റീസൺ, നമ്മുടെ ബോഡി എപ്പോഴും ഡേർട്ടി ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ബുദ്ധ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ആളോ ബുദ്ധ ഇസ് വെരി ക്ലീൻ എന്നുള്ള കൺസെപ്റ്റാണ്. പിന്നെ സെക്കൻഡ് റീസൺ, ബുദ്ധ കംപ്ലീറ്റ്ലി പുള്ളിയുടെ സെക്ഷൽ ലൈഫ് വേണ്ടാന്ന് വെച്ച ആളാണ്, എൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മൾ ബുദ്ധ ടാറ്റു ചെയ്തതിന് ശേഷവും സെക്ഷൽ പ്ലഷേഴ്സ് എടുക്കുക എന്നുള്ളത് അവർക്ക് അൺഅക്സെപ്റ്റബിളാണ്. പിന്നെ തേർഡ് റീസൺ, ഒരു ബുദ്ധിസ്റ്റിന് ബുദ്ധ സ്റ്റാച്യൂസ് വെക്കുന്നതിന് പൊസിഷൻസ് ഉണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ വെക്കാവുന്നുണ്ട്. അപ്പോൾ ടാറ്റു ചെയ്യുമ്പോഴും അവർക്ക് അക്സെപ്റ്റബിൾ അല്ലായിട്ടുള്ള പൊസിഷൻസാണ് മറ്റൊരു റീസൺ. ബുദ്ധ എന്ന് പറയുന്നത് മിനിമലിസത്തിൻ്റെ ഒരു ഐഡിയോളജി പിന്തുടരുന്നതാണ്. അപ്പോൾ ഇത് മിസ്ലീഡിങ്, ടാറ്റു ചെയ്തിട്ട് ഒരു ഫാഷൻ ലൈഫ് ഫോളോ ചെയ്യുന്നത് ഒരു കൺസെപ്റ്റിനെ മിസ്ലീഡ് ചെയ്യുന്നതായിട്ടുള്ളതാണ്. സോ ബുദ്ധ ടെമ്പിൾ പറയുന്നത് ബുദ്ധയുടെ ടാറ്റു ചെയ്യരുതെന്നാണ്. ആൻഡ് ബുദ്ധയുടെ സ്കൾപ്ചേഴ്സും വെക്കരുതെന്നാണ് ഫ്രണ്ടിൽ എഴുതിയിരുന്നത്. ഈ ടെമ്പിളിൽ ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബുദ്ധേൻ്റെ ടാറ്റു ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ബുദ്ധേൻ്റെ സ്കൾപ്ചേഴ്സ് ഒന്നും വെക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ഒരുപാടത്ത് ബുദ്ധേൻ്റെ സ്കൾപ്ചേഴ്സ് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വെക്കണ്ട എന്ന് പറയുന്നതിൻ്റെ റീസൺ, അത് വെക്കുന്നതിന് കുറേ പൊസിഷൻസും അങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം കുറേയധികം സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് തായ്ലൻഡിൽ ഒരു പാർലമെൻറ്റ് കൈൻഡ് ഓഫ് കൊട്ടാരം. ആ സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വിടുന്നു. ഞങ്ങൾ ഏകദേശം കുറേയധികം സമയത്തിന് ശേഷം അടുത്ത ബുദ്ധ ടെമ്പിളിലേക്ക് എത്തി. ഞങ്ങൾ ആക്ച്വലി ഇതിനുള്ളിൽ കയറിയില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ
ഞങ്ങൾക്ക് ടൈം ഉണ്ടായില്ല. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ടൈം ഉണ്ടായില്ല. പുറത്തുനിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് പുറത്തും ഇതേപോലെ കുഞ്ഞു സ്ഥലങ്ങളിൽ ഇതേപോലെ ബുദ്ധേൻ്റെ ഈ സ്റ്റാച്യൂസൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു, ഗോൾഡൻ കൈൻഡ് ഓഫ്. പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഒന്നും വലുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നൈസായിട്ട് മേടിച്ച് കഴിച്ചു കേട്ടോ. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പം അന്നത്തെ ആ ഒരു ലൈക്ക് എന്താ പറയുക, ഈ വെള്ളം വരുന്ന ആ ഒരു അവസ്ഥയാണ്. ഫുഡ് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കരിക്ക് മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കരിക്കിൻ്റെ റിവ്യൂ കേൾക്കാം ഗൈസ്. കരിക്കിൻ്റെ റിവ്യൂ വേണോ? കരിക്കിനും വേറൊരു ടേസ്റ്റാണ് ഗൈസ്. നമ്മുടെ കരിക്കല്ല, നമ്മുടെ കരിക്കാണ് കൂടുതൽ നല്ലത്. ഇതിൽ കൂടുതൽ വെള്ളം ഫീലാണ്, മധുരം കുറവാണ്. കംബൂഖ എന്തേ അയ്യോ വേർപിരിയാത്ത അല്ലേ കരിക്കുണ്ടോ പടം? ഇതിനെ പറ്റി 2 വാക്ക് പറയൂ. ഓറഞ്ച് സീവിറ്റ് ഈസ് ദ ബെസ്റ്റ് ഫോർ എഫക്റ്റ്. പക്ഷേ എന്തിന്റെ എഫക്റ്റ്? സുട്ടകത്ത് എന്തിന്റെ എഫക്റ്റ്? സ്ലീപ്പിന്റെ എഫക്റ്റ്, മറ്റേ ഉറക്കത്തിൽ നിന്ന് നേരെ എണ്ണീക്കാൻ ഒരു സീവിറ്റ്, ഹാങ് ഓവർ മാറാൻ വേണ്ടിട്ട്, ഉറക്കത്തിന്റെ ഹാങ് ഓവർ മാറാൻ ഒരു സീവിറ്റ്. ഞാൻ വ്ലോഗ് ഇടുവേ കിട്ടോ. അങ്ങനെ ഞങ്ങൾ 7-Eleven നിന്ന് ഫുഡും അതേപോലെ സീവിറ്റൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പം സ്ട്രീറ്റിൽ ഇതേ ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡായിട്ട്. ആക്ച്വലി ആ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പോകുന്നത് കാരണം ട്രൈ ചെയ്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങിയടിച്ച് നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള റെഡിയായി. ഒഫീഷ്യലി ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കഴിയുന്നൊരു ഫീലായിരുന്നു. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അയ്യോ ട്രിപ്പ് തീരുന്നൊരു ഫീലാണ്. പിന്നെ മെയിൻ സംഭവം എന്താ വെച്ചാൽ എവിടെ പോയാലും ഈ തായ്ലൻഡിൻ്റെ ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ലൈക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ തായ്ലൻഡിൻ്റെ ഫ്ലാഗ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ആൻഡ് ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വിഷമം വരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു ഗീസ്. ഈ ഒരു പാസ്റ്റ് 4 to 5 days എന്ന് പറഞ്ഞാൽ വെറും അപരാധങ്ങൾ മാത്രം നിറഞ്ഞൊരു എന്താ പറയുക കുറച്ച് ദിവസങ്ങളായിരുന്നു ഞങ്ങളുടേത്. ലൈക്ക് ഒരു ബ്രദർ വൈബിൽ നിന്നൊക്കെ ഞങ്ങൾ ശരിക്കും ഒരു മച്ചാൻ ഫ്രണ്ട് വൈബിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവനിവിടെ ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഇറക്കി ഞങ്ങളങ്ങോട്ട് പോയപ്പം അയ്യോ ഇനി ഇവനും വേണമായിരുന്നു, ഇവനെയും കൊണ്ടുപോകാമായിരുന്നു, എവിടെ ചെന്നാലും അവൻ വേണമായിരുന്നു, അവൻ്റെ മറ്റേ അരികാത്ത് മിസ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ അവനെ അവിടെ ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളെ ആൾ കൊണ്ടുവന്ന് ഡൊമസ്റ്റിക്കിലേക്ക് ഇറക്കി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു 1 hour ഫ്ലൈറ്റാണ് ഫുക്കറ്റിലേക്കുള്ളത്. പാക്കേജ് ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ സ്വന്തം വള്ളികൾ മാത്രം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിപ്പ് എന്നൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് ഫുക്കറ്റിലോട്ട് പോയേക്കാം. അങ്ങനെ കുറച്ചധികം നേരം ആ എയർപോർട്ടിനകത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, എയർപോർട്ടിൽ നിന്നല്ല കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ച സീവിറ്റ്, അതായത് 7-Eleven നിന്ന് വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറി. അത് അറിയത്തില്ല, ഞങ്ങൾക്ക് ഇനി പാക്കേജ് ഇല്ല. ഇനി ഞങ്ങൾ സ്വന്തമായിട്ടാണ് പോകുന്നത്. ഒരു ഐഡിയ ഇല്ല എന്താവും. ലോകത്തുള്ള എല്ലാ വഴിയും പിടിച്ചിട്ട് വരണം. പിന്നെ ഐലൻഡ് ടൂർ പോകണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നൈസ് ആയിട്ട് മറ്റേ ഡയലോഗ് ആളുടെ ഭാര്യ വിളിച്ച് മണി ചോദിച്ച് ആള്, എന്നിട്ട് ഇവന്മാരും കൂടെ ചേർന്ന് ഓൾ വൈഫുമാരെ കുറ്റം പറയുന്നത് ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട്. വേറെ ഏതോ 7-Eleven-ലേക്ക്. Have you visited India? 5 minutes. Have you visited India ever? No. Not yet. You should. ഡ്രൈവർ If you ever get a chance. ഇവിടെ I would like to try India. ഇംഗ്ലീഷ് പറയുന്ന ഒരാള് ബാക്കി ആരുടെ ചോദിച്ചാലും അവർ ആക്ഷൻ കാണിക്കും, ബോർഡ് അത് Kerala has യങ്ങായിട്ടുള്ള പിള്ളേരുടെ But you look like Muslim, huh? Yeah.
പിന്നെ ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് പോയത്. ആക്ച്വലി ആ ഡ്രൈവർ വാസ് സോ ചിൽ. അതായത് തായ്ലൻഡിൽ എത്തിയിട്ട് ഇത്രയും ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സോ കിടിലം. അത് അടിപൊളിയായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ വൈകാണ്ട് ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. രാത്രി ഏകദേശം 1 മണിയെങ്ങാണ്ട് ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഞങ്ങൾ സ്റ്റേയിൽ ബാഗും ഒക്കെ വെച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അന്നത്തെ ദിവസം മര്യാദയ്ക്ക് ഒരു ഫുഡും കഴിച്ചിട്ടുണ്ടായില്ല. സോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയിട്ട് ഞങ്ങൾ സൂപ്പും അതേപോലെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. ആക്ച്വലി അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം ഫുള്ള് ഒരു ഇച്ചിരി പോലും ബാക്കി വെക്കാണ്ട് ഞങ്ങൾ ഫുള്ള് കഴിച്ചത്. ആൻഡ് ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി പത്തോങ് ബീച്ചും അതേപോലെ വാക്കിംഗ് സ്ട്രീറ്റും ഒക്കെ നമ്മളുടെ സ്റ്റേയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവിടേക്ക് ഒന്ന് പോയിട്ട് കറങ്ങി അടിച്ച് തിരിച്ച് വന്നു. ആൻഡ് ഈ ഒരു സ്പൈഡർമാൻ ചേട്ടനെ കണ്ടോ? ഞാൻ കുറേ റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ചേട്ടനെ നേരിട്ട് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നു ഗൈസ്, പട്ടായയുടെ വാക്കിംഗ് സ്ട്രീറ്റിനെയും കാട്ടി അപ്പുറമാണ്. അയ്യോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മെനു കാർഡൊക്കെ നമ്മളുടെ കൺമുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് പബ്ലിക് ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു അവർ. ശരിക്കും ഇങ്ങനെ ഇറങ്ങി നടന്നത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള ഫിഫി ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് തപ്പിയ. ആൻഡ് പാക്കേജ് കിട്ടിയതിന് ശേഷം കുറച്ച് സമയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങൾ ചുമ്മാ അവിടെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. പിന്നെ ബീച്ചിൽ കൂടെ നടന്നപ്പം ഈ 2 പിള്ളേർ ചുമ്മാ ഇരുന്ന് റീൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കി ചിരിച്ചപ്പം പറഞ്ഞ് ഞങ്ങളെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചോണ്ട്. പക്ഷേ എനിക്ക് പഠിപ്പിച്ചൊന്നും തന്നില്ല. പക്ഷേ ഞാൻ അവരുടെ കൂടെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവിടെ ടിക്ടോക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ടിക്ടോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റീൽ എടുക്കായിരുന്നു. സോ അതിൻ്റെ കൂടെ എന്നെയും ഇൻക്ലൂഡ് ചെയ്തു. ഞങ്ങൾ പിന്നെ ചുമ്മാ കുറച്ചധികം നേരം വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ആക്ച്വലി ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് ഡേ വരുന്നത് ഫിഫി ഐലൻഡ് ടൂറും ഓൾഡ് ഫുക്കറ്റ് ടൗണും ആണ്. അപ്പം എന്താ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇനിയുള്ള 2 ഫുക്കറ്റ് ഡേയ്സ് ആണ് വരാൻ പോകുന്നത്. അപ്പം മുമ്പത്തെ വീഡിയോസ് ഡേ 1 ഡേ 2 ഡേ 3 ഒന്നും കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വായോ. അപ്പം ഡേ 4 ഇവിടെ തീരാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഐസുട്ട ഡാൻസ് കളിക്കാം.